നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷാഫി പറമ്പിൽ MPക്ക് പോലീസ് മർദ്ദനമേറ്റ ശേഷം പോലീസ് കള്ളസ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുത്തൂർ പഞ്ചായത്ത് വികസന സദസ്സ് റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ 22, 23, 24, 25 തീയതികളിൽ നടത്തും. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ ലോക ഭക്ഷ്യദിന ക്വിസ് മത്സരങ്ങൾ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MPക്ക് മർദ്ദനമേറ്റ ശേഷം പോലീസ് കള്ളസ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെയും നേതാക്കളെയും വേട്ടയാടുകയാണെന്ന് VD സതീശൻ. അനാവശ്യമായാണ് പോലീസ് തല്ലിയതെന്ന് SP പോലും സമ്മതിച്ചതാണ്. കോൺഗ്രസ് പ്രവർത്തകർ സ്ഫോടക വസ്തു എറിഞ്ഞുവെന്നത് കെട്ടിച്ചമച്ച കള്ളക്കേസാണ്. അങ്ങനെയൊരു സംഭവമില്ല. അതിൽ ഷാഫി പറമ്പിലിനെയും കോൺഗ്രസ് നേതാക്കളെയും പ്രതിയാക്കിയിരിക്കുകയാണ്. വാദി പ്രതിയാകുന്ന സ്ഥിതിയാണ്. നൂറുകണക്കിന് പോലീസ് വാനുകളും ജീപ്പുകളും രാത്രി മുഴുവൻ റോന്തു ചുറ്റി കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകളിൽ കയറി നിരപരാധികളെ അറസ്റ്റ് ചെയ്യുകയാണ്. ഗൗരവതരമായ സംഭവമാണ് പേരാമ്പ്രയിൽ നടക്കുന്നത്. കേരളത്തിൽ ബംഗാൾ ആവർത്തിക്കരുതെന്നാണ് മുഖ്യമന്ത്രിയോടും കേരള പോലീസിനോടും പറയാനുള്ളത്. നിരപരാധികളായ ഞങ്ങളുടെ പ്രവർത്തകരെ കൊലക്കേസ് പ്രതികളെ പിടിക്കുന്നത് പോലെയാണ് വീട്ടിൽ നിന്നും കള്ളക്കേസുണ്ടാക്കിയാണ് പിടിച്ചുകൊണ്ടുപോകുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളെ പ്രതികളാക്കി നിങ്ങളിത് ചെയ്താൽ കേരളം മുഴുവൻ നിങ്ങൾക്കിത് ചെയ്യേണ്ടി വരും. ഈ പരിപാടി നിർത്തണമെന്ന് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ വരും. ഞങ്ങളെ വരുത്തരുത് എന്നാണ് വിനയപൂർവ്വം പറയാനുള്ളത്. ശബരിമലയിലെ സ്വർണ്ണ കവർച്ചയിൽ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് വൈകിപ്പോയി എന്നാണ് അഭിപ്രായം. എല്ലാം ഇപ്പോൾ പോറ്റിയുടെ മാത്രം തലയിലാണ്. പോറ്റി ഇതൊക്കെ ചെയ്തെന്ന് അറിയാവുന്ന രാഷ്ട്രീയ നേതാക്കളും ബോർഡിലെ അംഗങ്ങളും ഉണ്ടായിരുന്നു. എന്നിട്ടും ഇവരെല്ലാം ചേർന്ന് അത് മൂടിവെക്കുകയായിരുന്നുവെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അന്ന് എന്തുകൊണ്ടാണ് പോറ്റിക്കെതിരെ നടപടി എടുക്കാതിരുന്നത്? പോറ്റി കുടുങ്ങിയാൽ എല്ലാവരും കുടുങ്ങുമെന്ന് ഇവർക്കറിയാം. ഒരു ചടങ്ങിൽ വെച്ച് കടകംപള്ളി സുരേന്ദ്രനെ പോറ്റിയെ പ്രകീർത്തിച്ച് പ്രസംഗിക്കുകയാണ്. അതിന്റെ തെളിവുകളുണ്ട്. പോറ്റിയും മറ്റൊരാളും ചേർന്നാണ് വീട് വെച്ച് നൽകിയത്. പോറ്റി വലിയൊരു ബിസിനസ്സുകാരനാണെന്നും വലിയ അയ്യപ്പ ഭക്തരാണെന്നും ഇവരുടെ 4ാമത്തെ പാർട്ട്ണർ സ്വാമി അയ്യപ്പനാണെന്നും അവിടെ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ചാണ് സേവന പ്രവർത്തനം നടത്തുന്നതെന്നും ഇത്രയും വലിയൊരു അയ്യപ്പ ഭക്തനെ കണ്ടിട്ടില്ലെന്നുമാണ് കടകംപള്ളി പറഞ്ഞത്. ഇവരൊക്കെ തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ ക്ഷണിച്ചു വരുത്തി ദ്വാരപാലക ശില്പം വിൽക്കുവാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുത്തത്. വ്യാജ ചെമ്പുമാളിയുണ്ടാക്കി ചെന്നൈയിലേക്ക് കൊടുത്തുവിടുവാൻ സഹായിച്ചതും ഇവരാണ്. ശബരിമലയിൽ നിന്നും ചെന്നൈയിലെത്തുവാൻ 1 മാസം 9 ദിവസമാണ് എടുത്തത്. എല്ലാം തിരിച്ചറിഞ്ഞിട്ടും ഇവരെല്ലാം പോറ്റിയെ സംരക്ഷിക്കാനാണ് നിന്നത്. കോടതി ഇടപെട്ടതുകൊണ്ടും കോടതി നേരിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചതുകൊണ്ടും മാത്രമാണ് പോറ്റി അറസ്റ്റിലായത്. ശരിയായ കേസ് അന്വേഷിച്ചാൽ ഇവരെല്ലാം കേസിൽപ്പെടും. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ഒന്നടങ്കം പ്രതിയായി. ശരിയായി അന്വേഷിച്ചാൽ അന്നത്തെ ദേവസ്വം മന്ത്രിയും പ്രതിയാകും. പോറ്റിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തി ഇവർ പോറ്റിയെ രക്ഷിക്കുവാൻ ശ്രമിച്ചു. പോറ്റി കുടുങ്ങിയാൽ ഇവരും കുടുങ്ങും. കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരും ഇതിന് പിന്നിലുണ്ട്. മുൻ ദേവസ്വം മന്ത്രിക്കുൾപ്പെടെ പോറ്റിയുമായി ബന്ധമുണ്ട്. CPMന്റെ ദേവസ്വം ബോർഡ് ദ്വാരപാലക ശില്പം വിൽക്കുകയും വ്യാജ ചെമ്പുപാളി ഉണ്ടാക്കിയതും അറിഞ്ഞില്ലെങ്കിൽ ദേവസ്വം മന്ത്രിയായി ഇരിക്കുന്നത് എന്തിനാണ്? ദേവസ്വം മന്ത്രിക്ക് ദേവസ്വവുമായി ബന്ധമില്ലെങ്കിൽ ദേവസ്വം വകുപ്പിന് മന്ത്രിയുടെ ആവശ്യമില്ലല്ലോ. എല്ലാം അറിഞ്ഞുകൊണ്ടാണ് 2025 വീണ്ടും സ്വർണം പൂശുവാൻ പോറ്റിയെ വിളിച്ചു വരുത്തിയത്. 2019 പൂശിയതാണ്. 5 വർഷത്തിനു ശേഷം വീണ്ടും പൂശിയത്. വീണ്ടും അടിച്ചുമാറ്റാനാണ് വന്നത്. ശബരിമല ക്ഷേത്ര സന്നിധിയിൽ തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തിരുവാഭരണ കമ്മീഷൻ കത്ത് നൽകിയതാണ്. എന്നാൽ പോറ്റിയെ തന്നെ വിളിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം പ്രസിഡന്റ് കത്തെഴുതി. ദേവസ്വം ബോർഡിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ദേവസ്വം കമ്മീഷണർ പ്ലേറ്റ് മാറ്റി. വീണ്ടും പോറ്റിയെ കൊണ്ടുവന്നാലേ കൂട്ടുകച്ചവടം നടക്കൂ. അതിനുവേണ്ടി ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡും വീണ്ടും ശ്രമിച്ചത്. ഇനി അടിച്ചുമാറ്റാനുള്ളത് അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രമാണ്.
അത് ലക്ഷ്യമിട്ടാണോ രണ്ടാമത്തെ പൂശിന് ഇറങ്ങിയതെന്ന് സംശയമുണ്ട്. അയ്യപ്പന്റെ തങ്കവിഗ്രഹം കൂടി പോയേനെ. ഇത് മദ്രാസിലേക്ക് അയക്കരുത്, ഇത് ശബരിമലയുടെ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് തന്നെ റിപ്പയർ ചെയ്യണം. എന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് എഴുതി പോറ്റിയെ തന്നെ വിളിക്കണമെന്നും പറഞ്ഞു. അല്ല കോടതി വിധി ഒന്ന് വായിച്ചു നോക്കും. അപ്പോൾ തിരുവാഭരണം ദേവസ്വം കമ്മീഷണർ 10 ദിവസം കഴിയുമ്പോൾ പ്ലേറ്റ് മാറ്റി. കാരണം ദേവസ്വം ബോർഡിന്റെ സമ്മർദ്ദമാണ് വീണ്ടും പോറ്റിയെ കൊണ്ടുവരാൻ. കാരണം പോറ്റിയെ കൊണ്ടുവന്നാലേ മറ്റേ നടക്കുള്ളൂ, കൂട്ടുകച്ചവടം നടക്കുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും വീണ്ടും ശ്രമിച്ചതാണ്. നമുക്കാർക്കും അറിയില്ലല്ലോ ഈ കളവ് നടന്നത്. അപ്പൊ അതിനി ആരും അറിയില്ല എന്ന് വിചാരിച്ച് മൂടി വെച്ച സംഭവം വീണ്ടും ഇനി അടിച്ചു മാറ്റാനുള്ളത് അവിടെ അയ്യപ്പന്റെ തങ്കവിഗ്രഹമാണ്. അത് ലക്ഷ്യമിട്ടാണോ ഈ രണ്ടാമത്തെ പൂശൻ ഇറങ്ങിയെന്ന് സംശയം നമുക്ക്. അത് മാത്രമല്ല, ഇനി അവിടെ കഥക് പോയി, കട്ടള പോയി, ദ്വാരപാലക ശില്പം പോയി, എല്ലാം ഇനി അയ്യപ്പന്റെ തങ്കവിഗ്രഹം മാത്രം അവിടെ ബാക്കിയുള്ളൂ. പുത്തൂർ പഞ്ചായത്തിലെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി സംഘടിപ്പിച്ച വികസന സദസ്സ് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷക്കാലമായി വളരെ വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയതെന്ന് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒക്ടോബർ 28-ന് നാടിനെ സമർപ്പിക്കുന്ന തൃശൂർ സുവോളജിക്കൽ പാർക്കിന്റെയും അവിടെയൊരുങ്ങുന്ന ഡീർ സഫാരി പാർക്ക്, ഹോളോഗ്രാം സൂ, പെൻഡിംഗ് സൂ എന്നിവയുടെ പ്രത്യേകതകളെക്കുറിച്ച് അദ്ദേഹം വിവരിച്ചു. പഞ്ചായത്തിൽ നടത്തിയ മറ്റ് വിവിധ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും മന്ത്രി പറഞ്ഞു. നവംബർ 1-ന് ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളം മാറുന്ന പ്രഖ്യാപനത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. പുത്തൂർ സെന്റ് തോമസ് ഫൊറോന പള്ളി ഹാളിൽ നടത്തിയ പരിപാടിയിൽ പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രവി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്തിന്റെ വികസന രേഖയുടെ പ്രകാശനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ കാര്യാലയം തൃശൂർ റിസോഴ്സ് പേഴ്സൺ CG ജയകൃഷ്ണൻ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും പുത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെയും റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും പ്രവർത്തനങ്ങൾ തുടർന്ന് നടന്ന ഓപ്പൺ ഫോറത്തിൽ ചർച്ച ചെയ്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോയും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉൾപ്പെടുത്തി ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് തയ്യാറാക്കിയ വീഡിയോയും വേദിയിൽ പ്രദർശിപ്പിച്ചു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത്ത്, ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി പ്രദീപ് കുമാർ, പുത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ സുജിത അർജുനൻ, TS ധന്യ, നിമിഷ രതീഷ്, PM രാഹുൽ, NG സനു, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സോമൻ കാര്യാട്ട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പുത്തൂർ എന്നൊന്ന് അടിച്ചു നോക്കാൻ പറയുക. യഥാർത്ഥത്തിൽ രാജ്യത്ത് മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെയുള്ള കാഴ്ചകൾ പുത്തൂർ എന്ന ഒറ്റ പേരിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊരു മാറ്റമാണ് ഈ പുത്തൂരിന് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത് 10 വർഷക്കാലം പഞ്ചായത്ത് പ്രസിഡന്റായും എനിക്ക് പോലും വിവരിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ പഞ്ചായത്ത് ആകെ മാറുകയല്ലേ. ആ വികസനം കൂടെ ചർച്ച ചെയ്യാനാണ് ആ വികസന സദസ്സ്. എന്തുകൊണ്ട് നമ്മുടെ വികസനം, എത്ര നമ്മൾ എതിരഭിപ്രായങ്ങൾ കേട്ടു. ഞാൻ ഓരോ തവണയും വിശദീകരിക്കാൻ പോകുന്നില്ല. പുത്തൂരിന്റെ സുവോളജിക്കൽ പാർക്ക് എത്ര കൊല്ലമായി നമ്മുടെ ആശയമാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മിനിസ്റ്റർ പത്രക്കാരോട് പറയുന്നത് കേട്ടു, സുവോളജിക്കൽ പാർക്ക് വേണം എന്ന് തീരുമാനിക്കുമ്പോൾ ഫോറസ്റ്റ് വകുപ്പ് ഏറ്റെടുക്കണം എന്ന് കരുതുമ്പോൾ ഞാനായിരുന്നു അതിന്റെ മന്ത്രി. പക്ഷേ പണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആശയം മാത്രമേ ഉണ്ടായുള്ളൂ. പണമെല്ലാം ഉണ്ടായത് ഈ കിഫ്ബി വന്നതിന് ശേഷം. പഴയ പുത്തൂരാണ് ഇപ്പോഴത്തെ പുത്തൂര്. സുവോളജിക്കൽ പാർക്ക് എന്ന ആശയം കഴിഞ്ഞ 30 വർഷമായി സ്വരൂപിച്ചു വെച്ചിട്ടുള്ളതല്ലാതെ 10 വർഷക്കാലം മുമ്പ് ഒരു ദിവസം ഈ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് എന്ന് ഇപ്പൊ കാണുന്ന സ്ഥലത്തേക്ക് നിങ്ങളൊന്ന് പോയാൽ മുളങ്കാടുകളല്ലാതെ മറ്റെന്തെങ്കിലും കാണാൻ പറ്റുന്ന അവസരം ഉണ്ടായിരുന്നു. എല്ലാ വിഭാഗങ്ങളുടെയും സമഗ്ര വികസനം സാധ്യമാക്കണമെന്ന് KK രാമചന്ദ്രൻ MLA. സമൂഹത്തിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരുടെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തുകൾ വഴി സാധ്യമാക്കേണ്ടതെന്നും നെന്മണിക്കര പഞ്ചായത്ത് അതിനെ മാതൃകയാണെന്നും KK രാമചന്ദ്രൻ MLA പറഞ്ഞു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
120 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും ഫുട്ബോൾ അക്കാദമി, ബാസ്കറ്റ്ബോൾ അക്കാദമി, സൗഭാഗ്യ പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്ത പഞ്ചായത്തിനെ MLA വികസന സദസ്സിൽ അഭിനന്ദിച്ചു. ഗ്രാമപഞ്ചായത്തിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചവരെ ആദരിക്കുകയും വികസന പ്രവർത്തനങ്ങളുടെ പ്രദർശനം നടത്തുകയും ചെയ്തു. വികസന രേഖാ പ്രകാശനം, വീഡിയോ പ്രദർശനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു. നെന്മണിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു അധ്യക്ഷത വഹിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് റിസോഴ്സ് പേഴ്സൺ സ്റ്റാർലിനെ ആമുഖ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അൽജോ പുളിക്കൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ സജിൻ മേലെടുത്ത്, ഭദ്ര മനു, KV ഷാജു, തലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് KV ഷാജു, തലൂർ ദീപ്തി സ്കൂൾ പ്രിൻസിപ്പാൾ ജോഷി കണ്ണുംകാടൻ, പഞ്ചായത്ത് സെക്രട്ടറി K അജിത തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളാനിക്കര സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ലോക ഭക്ഷ്യദിനത്തിന്റെയും ലോക കൈകഴുകൽ ദിനത്തിന്റെയും ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിലെ പട്ടിക്കാട് ഗവൺമെന്റ് LP സ്കൂൾ, ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാർത്ഥികൾക്കായി ലോക ഭക്ഷ്യദിനത്തിന്റെയും കൈകഴുകൽ ദിനത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നഴ്സ് റെനി മേരി അലക്സ് ക്ലാസ് എടുത്തു. കുട്ടികളുടെ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ച് സ്കൂൾ കൗൺസിലർ ദീപയും ക്ലാസ് എടുത്തു. സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ, മറ്റു അധ്യാപകർ, കുട്ടികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ പോസ്റ്റർ മത്സരവും ഉണ്ടായിരുന്നു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ 189-ാം തിരുനാൾ ഒക്ടോബർ 22, 23, 24, 25 തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ വർഗീസ് കുത്തൂർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 22-ന് ദാസൻ സമർപ്പണം ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി നിർവഹിക്കും. ജീവകാരുണ്യ പ്രവർത്തന ഫണ്ട് വിതരണം 26-ന് മന്ത്രി K രാജൻ നിർവഹിക്കും. 28-ന് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിക്കും. തുടർന്ന് ചമയ പ്രദർശനം മേയർ MK വർഗീസ് നിർവഹിക്കും. 23-ന് കൂടുതുറക്കൽ, തിരുസ്വരൂപം എഴുന്നള്ളിക്കൽ എന്നിവയും ഊട്ടുനേർച്ചയും നടത്തും. 24-ന് ആഘോഷമായ ദിവ്യബലിക്ക് മോൺസിത്തോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. 8 മണി മുതൽ 2 മണി വരെ ഊട്ടുനേർച്ച നടത്തും. 4 മണിക്ക് തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും. 31-നാണ് 8-ാം ഇടം. 26 മുതൽ 31 വരെ വൈകിട്ട് 7 മണി മുതൽ വിവിധ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. വാർത്താസമ്മേളനത്തിൽ കൈക്കാരന്മാരായ ആന്റണി ജോർജ് അക്കര, ജസ്റ്റിൻ റാഫേൽ, ജോഫി ജോസ് ചിറമൽ, ജെയ്സൺ പോൾ പ്ലാക്കൽ തുടങ്ങിയവരും പങ്കെടുത്തു. പട്ടികവർഗ ഉന്നതിയായ താമര വെള്ളച്ചാലിൽ ആരംഭിക്കുന്ന ആരണ്യകം ശിശുക്ഷേമ ട്രൈബൽ ഗ്രന്ഥശാലയിലേക്കുള്ള 1.5 ലക്ഷത്തോളം രൂപ വില വരുന്ന 1500 പുസ്തകങ്ങൾ അടങ്ങിയ വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി, പാണഞ്ചേരി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുബൈദ അബൂബക്കർക്ക് പുസ്തകങ്ങൾ കൈമാറി. ക്രൈംബ്രാഞ്ച് DYSP M സുരേന്ദ്രൻ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളും കൈമാറുകയുണ്ടായി. ശിശുക്ഷേമ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ P ഭാനുമതിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം MK പശുപതി, താമര വെള്ളച്ചാൽ വാർഡ് മെമ്പർ അജിത മോഹൻദാസ്, ഊരുമൂപ്പൻ TC വാസു, രാജേഷ് IG തുടങ്ങിയവർ സംസാരിച്ചു. ശിശുക്ഷേമ സമിതി കമ്മിറ്റി അംഗങ്ങളായ P ഭാനുമതി, PK വിജയൻ, PK ഉണ്ണികൃഷ്ണൻ, KS പത്മിനി, സാജൻ ഇഗ്നേഷ്യസ്, ഡോക്ടർ ബെന്നി ജേക്കബ്, VM കരീം, ബാലകൃഷ്ണൻ അജ്ജത്ത് തുടങ്ങിയവർ ലൈബ്രറിയിലേക്ക് താഴെ പറയുന്ന പ്രസിദ്ധീകരണങ്ങളുടെ വാർഷിക വരിസംഖ്യ സംഭാവനയായി നൽകി. ദേശാഭിമാനി, മാതൃഭൂമി, മലയാള മനോരമ, കേരള കൗമുദി ദിനപത്രങ്ങളും വാർത്താശാസ്ത്ര കേരളം, യൂറിക്ക തുടങ്ങിയവയുമാണ് നൽകിയത്. അതിജാഗ്രത, 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് തുലാവർഷം സജീവമാകുന്നു. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള ഇടിമിന്നലോടുകൂടിയ മഴയാണ് തുലാവർഷത്തിന്റെ പ്രത്യേകത. മലയോര മേഖലകളിൽ ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. ലോക ഭക്ഷ്യദിന ക്വിസ് VKIDFT മണ്ണുത്തി. വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ആൻഡ് ഫുഡ് ടെക്നോളജിയുടെയും അസോസിയേഷൻ ഓഫ് ഫുഡ് സയന്റിസ്റ്റ്സ് ആൻഡ് ടെക്നോളജിസ്റ്റ് തൃശൂർ ചാപ്റ്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 30ാമത് AFSTI ക്വിസ് ഓൺ ഫുഡ് സേഫ്റ്റി ആൻഡ് ന്യൂട്രീഷൻ VKITFTയുടെ കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. പ്രാഥമിക റൗണ്ട് ക്വിസ് മത്സരത്തിൽ വിജയിച്ച കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 6 ടീമുകൾ ഫൈനൽ റൗണ്ടിൽ പങ്കെടുത്തു.
AFSTIയുടെ ദേശീയ വൈസ് പ്രസിഡന്റായ ഡോക്ടർ പി ഗീവർഗീസ് ആയിരുന്നു ക്വിസ് മാസ്റ്റർ. റാണി പബ്ലിക് സ്കൂൾ വടകര 1ാം സ്ഥാനം നേടി. ഭാരതീയ വിദ്യാഭവൻ കണ്ണൂർ 2ാം സ്ഥാനവും കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ പോട്ടൂർ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. കോളേജ് ഡീൻ ഡോക്ടർ AK ബീന, മുൻ ഡീൻ ഡോക്ടർ SN രാജ്കുമാർ, AFSTI മുൻ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ CT സത്യൻ, ചാപ്റ്റർ സെക്രട്ടറി ഡോക്ടർ അശ്വിൻ S വാര്യർ തുടങ്ങിയവരും മറ്റ് ഫാക്കൽറ്റി അംഗങ്ങളും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ വെച്ച് സമ്മാനദാനം നടന്നു. Sorry, wrong answer. So now the question is open to audience. National Research Center on Banana is located where? Okay. Students from the schools. Again, the question goes to come on. Tamil Nadu. Can you name the exact place? You don't know. Anybody? Okay. Tamil Nadu is correct. Then again, anybody can give the exact place where it is located? Okay, it is Tiruchirappalli in Tamil Nadu is the correct answer. Tiruchirappalli. Anyway, at least he was right that much level. October 15 കൃത്യമായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം. Sir, it was the formation day of Food and Agriculture Organization of United Nations. Okay, can you just give some more details on that? It was formed on 16th October. Yes, the question, the answer is correct. Food wants to change this. So the Food and Agriculture Organization was established some 80 years back. On October 16th, it was established. So congratulations, that was the correct answer. Food wants to change B. Now. സംസ്ഥാന ബയോ കൺട്രോൾ ലാബ് മണ്ണുത്തിയിൽ ഹൈടെൻഷൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷന്റെ ദൈനംദിന പ്രവർത്തനവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നതിന് വാർഷിക പരിപാലന കരാറിനായി ടെൻഡർ ക്ഷണിക്കുന്നു. ടെൻഡർ മുദ്രവെച്ച കവറിനു പുറത്ത് ഇനം, നമ്പർ, പേരുവിവരം എന്നിവ രേഖപ്പെടുത്തി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ, സംസ്ഥാന ബയോ കൺട്രോൾ ലാബ് മണ്ണുത്തി എന്ന വിലാസത്തിൽ നവംബർ 10 ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി കിട്ടത്തക്ക വിധത്തിൽ അയക്കേണ്ടതാണ്. അന്നേ ദിവസം ഉച്ചയ്ക്ക് 12:30 ടെൻഡർ തുറന്ന് പരിശോധിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുക. ഫോൺ 047723746005. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു.
Rachana Laboratory, NH Road, Mannuti, an ISO certified laboratory. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടന സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ഒക്ടോബർ 19 ഞായറാഴ്ച വാക്കത്തോൺ സംഘടിപ്പിക്കുന്നു. ചേംബർ ഓഫ് കോമേഴ്സ് തൃശൂർ, വോക്കേഴ്സ് ക്ലബ് പാലസ് ഗ്രൗണ്ട്, വെറ്ററൻസ് അസോസിയേഷൻ പാലസ് ഗ്രൗണ്ട് എന്നീ സംഘടനകൾ സംയുക്തമായിട്ടാണ് വാക്കത്തോൺ സംഘടിപ്പിക്കുന്നത്. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാൾ പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സമാപിക്കും. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വാക്കത്തോൺ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ചേംബർ ഓഫ് കോമേഴ്സ് പ്രസിഡന്റും കല്യാൺ സിൽക്സ് മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമൻ നേതൃത്വം നൽകുന്ന വാക്കത്തോണിൽ ചേംബർ ഓഫ് കോമേഴ്സ്, വോക്കേഴ്സ് ക്ലബ് പാലസ് ഗ്രൗണ്ട്, വെറ്ററൻസ് അസോസിയേഷൻ പാലസ് ഗ്രൗണ്ട് എന്നീ സംഘടനകളുടെ അംഗങ്ങൾ പങ്കെടുക്കും. ഒക്ടോബർ 28-ന് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് നാടിനായി സമർപ്പിക്കുന്നതിന്റെ ഭാഗമായി 10 ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് സംഘാടക സമിതി പത്രസമ്മേളനത്തിൽ അറിയിച്ചു. പത്രസമ്മേളനത്തിൽ സോളി തോമസ്, PK ജലീൽ, അഡ്വക്കേറ്റ് അഖിലസ്, ഷാജി ചെറിയാൻ, ജോജു വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ തൃശൂർ രാമവർമ്മപുരത്ത് പ്രവർത്തിക്കുന്ന ആശാഭവൻ, പ്രത്യാശഭവൻ എന്നീ സ്ഥാപനങ്ങളിലെ താമസക്കാർക്ക് തൊഴിൽപരമായ സഹായവും പരിശീലനവും നൽകുന്ന പദ്ധതിക്ക് ഭരണാനുമതി ലഭിച്ചു. അനുയോജ്യമായ തൊഴിൽ പരിശീലനവും സാങ്കേതിക സഹായവും സൈക്കോ സോഷ്യൽ കെയർ സപ്പോർട്ടും നൽകി താമസക്കാരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ജില്ലകളിൽ സോഷ്യൽ വർക്ക് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുക. മീഡിയ ആൻഡ് സൈക്കാട്രിക് സോഷ്യൽ വർക്ക് സ്പെഷ്യലൈസേഷനോടുകൂടിയ റെഗുലർ MSW, BSW കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് പദ്ധതിയിൽ പങ്കുചേരുവാൻ അപേക്ഷിക്കാം. താൽപര്യമുള്ള സ്ഥാപനങ്ങൾ ഒക്ടോബർ 21-ന് വൈകുന്നേരം 5-ന് മുൻപായി ചെമ്പുകാവ് മിനി സിവിൽ സ്റ്റേഷനിലെ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ അപേക്ഷകൾ ലഭ്യമാക്കണം. ഫോൺ 048723217002. ഒക്ടോബർ 19-ന് ഞായറാഴ്ച തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് മ്യൂസിക്കൽ ഈവന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മുകേഷ്, ലതാജി എന്നിവരുടെ അനശ്വര ഗാനങ്ങൾ കോർത്തിണക്കി യുവഗായകരായ അബ്ദുൾ ഹഖ് GCC, കീർത്തന, നസീർ അലി, അൽക്ക, സന്തോഷ് കുമാർ തുടങ്ങി പ്രസിദ്ധരായ ഗായകർ ആലപിക്കുന്നുവെന്ന് സംഘാടകർ അറിയിച്ചു. കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. P. ബാലചന്ദ്രൻ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. മുഹമ്മദ് റാഫി ഫൗണ്ടേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് PM അബ്ദുൾ അസീസ്, ചലച്ചിത്ര താരങ്ങളായ സാദിഖ്, ഇർഷാദ് അലി, സുനിൽ സുഗത തുടങ്ങിയവർ അതിഥികളായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ PA അഷ്റഫ്, CP മുഹമ്മദ് ഹനീഫ്, നന്ദകുമാർ, YK അൻവർ, ഉമ്മർ ബാബു, നൈമുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു.
സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. വെട്ടുകാട് പുത്തൻകാടിൽ ഗൃഹനാഥനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ബുധനാഴ്ച മുതൽ കാണാതായ ഗൃഹനാഥനെയാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുത്തൻകാട് കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ കുട്ടനെയാണ് വ്യാഴാഴ്ച വൈകിട്ട് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൃശൂരിൽ നിന്നും അഗ്നിരക്ഷാ സേനയെത്തി നെറ്റ് റോപ്പ് ഉപയോഗിച്ച് മൃതദേഹം കരക്കെത്തിച്ചു. ആശുപത്രിയിലേക്ക് മാറ്റി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ എം കൃഷ്ണപ്രസാദ്, കെ ശിവദാസൻ, വി ജിമോദ്, PS സുധീഷ്, ഹോംഗാർഡ് സാജൻ തുടങ്ങിയവർ ചേർന്നാണ് മൃതദേഹം പുറത്തെത്തിച്ചത്. ഭാര്യ പരേതയായ ലീല, മക്കൾ സരിത, സജിത, സജിത്, മരുമക്കൾ സുരേഷ്, ബലരാജ്. സംസ്കാരം വെള്ളിയാഴ്ച 3 വീട്ടുവളപ്പിൽ നടത്തി. കേരള സ്റ്റേറ്റ് റൂട്രോണിക്സ് നടത്തുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ് തിരുവനന്തപുരം ആറ്റിങ്ങലിലെ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലാണ് നടത്തുന്നത്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് റൂട്രോണിക്സിന്റെ സർട്ടിഫിക്കറ്റും ലഭിക്കും. +2 കഴിഞ്ഞവർക്ക് കോഴ്സിന് അപേക്ഷിക്കാം. ഇന്റേൺഷിപ്പോട് കൂടിയ പരിശീലനമാണിത്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ റെഗുലർ പാർട്ട് ടൈം ബാച്ചുകൾ ലഭ്യമാണ്. ഫോൺ 7994926081. ലഹരിക്കെതിരെ ചിത്രകലാ പ്രദർശനം 2025 ഒക്ടോബർ 18 മുതൽ 22 വരെ കേരള ലളിതകലാ അക്കാദമിയുടെ തൃശൂർ ആർട്ട് ഗാലറിയിൽ നടത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി വസ്തുക്കളുടെ അപകടങ്ങളെക്കുറിച്ചും തന്മൂലം വന്നുഭവിക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ചും ശരിയായ അവബോധം ജനങ്ങൾ മനസ്സിലാക്കുവാൻ പ്രേക്ഷക മനസ്സിലേക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി കേരള ചിത്രകലാ പരിഷത്ത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണർവ് ചിത്ര പ്രദർശനം 2025 ഒക്ടോബർ 18 മുതൽ 22 വരെ കേരള ലളിതകലാ അക്കാദമിയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. കേരള ചിത്രകലാ പരിഷത്ത് തൃശൂർ ജില്ലാ മെമ്പർമാരായ 50 ചിത്രകാരന്മാരുടെയും 50 കലാസൃഷ്ടികൾ ഉണ്ടായിരിക്കുന്നതാണ്. കേരള ചിത്രകലാ പരിഷത്ത് തൃശൂർ ജില്ലാ മെമ്പർമാരായ 50 ചിത്രകാരന്മാരുടെ 50 കലാസൃഷ്ടികൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒക്ടോബർ 18 തീയതി ശനിയാഴ്ച രാവിലെ 10:30 ജില്ലാ പ്രസിഡന്റ് സോമൻ അദീന അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ തൃശൂർ സിറ്റി ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ സുവത്രകുമാർ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സോമൻ അദീന, KS ഹരിദാസ്, PS ഗോപി, ജോയ് മാത്യു, M രാധ തുടങ്ങിയവർ പങ്കെടുത്തു. സൗജന്യ നൈപുണ്യ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സിപ്പറ്റ് കേരള, പട്ടികജാതി വികസന വകുപ്പ്, നബാർഡ്, PMKVI തുടങ്ങിയ വിവിധ സ്പോൺസർഷിപ്പുകളുടെ സഹായത്തോടെ തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസം 3 മാസം ദൈർഘ്യമുള്ള
മെഷീൻ ഓപ്പറേറ്റർ ഇഞ്ചക്ഷൻ മോൾഡിംഗ്, അസിസ്റ്റന്റ് മെഷീൻ ഓപ്പറേറ്റർ ഇഞ്ചക്ഷൻ മോൾഡിംഗ് എന്നീ കോഴ്സുകളിലേക്കാണ് പ്രവേശനം ആരംഭിച്ചത്. പങ്കെടുക്കുന്നവർക്ക് സൗജന്യ പഠനം, താമസം, ഭക്ഷണം, കോഴ്സ് കിറ്റ് എന്നിവ ലഭിക്കുന്നതാണ്. കൂടാതെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് NCVET സർട്ടിഫിക്കറ്റും മികച്ച പ്ലേസ്മെന്റ് സാധ്യതകളും ഉറപ്പാക്കുന്നു. 18നും 35നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ 18 രാവിലെ 10 സിപ്പറ്റ് കിൻഫ്ര പാർക്ക്, ലക്കിടി, കൂട്ടുപാത, മംഗളം പോസ്റ്റ്, ഒറ്റപ്പാലം, പാലക്കാട് എന്ന വിലാസത്തിൽ എത്തിച്ചേരണം. ഫോൺ 9633831115. പ്രധാന വാർത്തകൾ വീണ്ടും. ഷാഫി പറമ്പിൽ MP-ക്ക് പോലീസ് മർദ്ദനമേറ്റ ശേഷം പോലീസ് കള്ളസ്ഫോടന കേസുണ്ടാക്കി കോൺഗ്രസ് പ്രവർത്തകരെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പുത്തൂർ പഞ്ചായത്ത് വികസന സദസ്സ് റവന്യൂ മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായേൽ മാലാഖയുടെ തിരുനാൾ 22, 23, 24, 25 തീയതികളിൽ നടത്തും. മണ്ണുത്തി വെറ്ററിനറി സർവകലാശാലയിൽ ലോക ഭക്ഷ്യദിന ക്വിസ് മത്സരങ്ങൾ നടന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.